നമസ്കാരം. രോഗം സർവേ അഭിമന്ദ അഗ്നേ സുപ്തേ അഗ്നേന ശരീരിണാം തസ്മാദഗ്നി വിശേഷേണ രക്ഷേ സ്വസ്തിസ്യ സ്വാസ്ഥ്യതഃ എന്നുള്ളത് കേൾക്കുമ്പോൾ മറ്റൊന്നുമല്ല ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമ്മുടെ അഗ്നി ദീപ്തിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ദഹനം ശരിയാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് വേണം പറയാൻ. ഈ ദഹനാവസ്ഥ പ്രശ്നത്തിലാവുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസിനെയൊന്നും ആഗിരണം ചെയ്യപ്പെടാതിരിക്കുന്നത്. നിങ്ങൾ മുട്ടുവേദനയോ മുട്ട് തേയ്മാനം പ്രശ്നങ്ങളോ ദേഹമാസകലം വേദന നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിലും എല്ലുകൾക്കൊക്കെ ബലക്കുറവ്, കാൽസ്യം ശരിയായിട്ട് ശരീരത്തിൽ കിട്ടുന്നില്ല എന്നുള്ള കാരണങ്ങളുണ്ട്. ഇത് ഡോക്ടർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ഹെൽത്ത് ടിപ്സിലൊക്കെ കണ്ടിട്ടോ എങ്കിലും ഭക്ഷണത്തിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് നിങ്ങൾക്ക് മാറ്റമൊന്നും കാണുന്നില്ലെങ്കിൽ മറ്റൊരു കാര്യം വേണം ശ്രദ്ധിക്കാനായിട്ട്. അതായത് ഇതൊന്നും നമ്മുടെ എല്ലുകൾക്ക് ആഗിരണ ശക്തി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എല്ലുകൾ ഇതൊന്നും തന്നെ ആഗിരണം ചെയ്യുന്നില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ആഗിരണം ചെയ്യാനും അതിനെ ഒന്നും കൂടെ നമുക്ക് ബോഡിക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ശരീരത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. അതിലൊന്നാണ് നമ്മുടെ ഇത്തരം ദഹനശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇത്തരം ഡൈജസ്റ്റീവ് എൻസൈംസിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചില മരുന്ന് കൂട്ടുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അതിൽ ഒന്നാമത്തേതാണ് അർജുന, അല്ലെങ്കിൽ നീർമരുത് എന്ന് പറയും. നീർമരുത് തന്നെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉതകുന്ന ഒന്നായിട്ട് പറയുന്നതാണ് അർജുന തുക്ക്, അല്ലെങ്കിൽ ഈ ഒരു നീർമരുതിൻ്റെ തൊലി എന്ന് പറയുന്നത്. ഇത് തന്നെ പൊടി രൂപത്തിൽ കിട്ടും. അത് തേനും ചേർത്തൊക്കെ കഴിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഇത് പൊടിച്ചത് തന്നെ ചൂടുവെള്ളത്തിലോ പാലിലോ ഒക്കെ തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ തൊലി പോലെ തന്നെ കിട്ടിയിട്ട് അത് നമുക്ക് തിളപ്പിച്ച് വെള്ളമായിട്ട് കുടിക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് വറ്റിച്ചിട്ട് പകുതിയാക്കിയിട്ട് 1 സ്പൂണ് ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് എടുക്കാറുണ്ട്. അതിന് വ്യക്തമായിട്ട് അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ തന്നെ കാൽസ്യത്തെ നേരിട്ട് നിങ്ങൾക്ക് ഒരു കാൽസ്യം സപ്ലിമെൻ്റ് ആയിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിലും കാൽസ്യത്തിനെ ആഗിരണം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബോഡിയെ സജ്ജമാക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ് ഈ നീർമരുത് എന്നുള്ളത്. രണ്ടാമത്തേത് അസ്ഥി സംഹാരയാണ്. എന്ന് പേര് കേട്ടാൽ നിങ്ങൾക്ക് പലർക്കും പിടികിട്ടിയിട്ടുണ്ടാവില്ല. മലയാളത്തിൽ ഇതിന് ചങ്ങലം പരണ്ട എന്ന് പറയും. ഇത് ഒടിഞ്ഞ എല്ലുകളെ പോലും കൂട്ടി യോജിപ്പിക്കാൻ കഴിവുള്ള രീതിയിലുള്ള ഒന്നാണ്. അതുപോലെ സന്ധിവേദനയുള്ളവർക്കും ഇത്തരം വേദന നീർക്കെട്ടൊക്കെ ഉള്ളവർക്കും വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇത് തന്നെ നമുക്ക് എണ്ണ തയ്യാറാക്കി ഉപയോഗിക്കാം. ചിന്നിനായകമൊക്കെ ഉപയോഗിച്ച് എണ്ണ തയ്യാറാക്കുന്ന ഒരു വിധമുണ്ട്. അപ്പോൾ അത് അത്തരം മുട്ടുവേദനയും തേയ്മാനമൊക്കെ ഉള്ളവർക്ക് അത്തരം ഭാഗങ്ങളിൽ പുരട്ടിയിടുന്നതും നമ്മൾ ബാൻഡേജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ആ ഒരു ജോയിൻറ്റിനൊരു ഫ്ലെക്സിബിലിറ്റി വരാനൊക്കെ ആയിട്ട് ഈ ഒരു എണ്ണ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലുകളെ ജോയിൻ ചെയ്യിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത്രയേറെ ഗുണകരമായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എണ്ണ തയ്യാറാക്കുന്നു എന്നുള്ളത് വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇത് തന്നെ നമുക്ക് ഉഴുന്നുമായിട്ട് ചേർത്തിട്ടൊക്കെ വടയുണ്ടായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചമ്മന്തി അരച്ചിട്ടോ ഇത് ചെറുതായിട്ട് പൊടി രൂപത്തിൽ പൊടിച്ചു വെച്ചിട്ട് ദോശ മറ്റുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഉപയോഗിക്കുന്നതോ അങ്ങനെ ഒരുപാടേറെ ഡിഷസ് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ തരുന്ന ഒന്നാണ്. കാൽസ്യത്തിൻ്റെ വളരെ നല്ലൊരു സോഴ്സാണ് എന്ന് വേണം പറയാൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇതുപോലെ നിങ്ങൾക്ക് എല്ലുകൾക്ക് ശക്തി കുറവ്, അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, BP, രക്തധമനിയിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്ന അവസ്ഥ, ഇതൊക്കെ അകറ്റാൻ ചങ്ങലം പരണ്ട വളരെ നല്ലതാണ്. പിന്നെ എല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറെ പ്രധാനപ്പെട്ടതാണ്. എല്ലിൻ്റെ ബലത്തിനും അതുപോലെ വളർച്ചയ്ക്കൊക്കെ വളരെ സഹായിക്കുന്ന, എല്ല് തേയ്മാനം പോലുള്ള രോഗങ്ങൾ തടയാൻ ഏറ്റവും നല്ല ഒന്നാണ് എന്ന് വേണം പറയാൻ. ശരീരത്തിലുണ്ടാകുന്ന ഒരു പഴുപ്പും നീരും ഒക്കെ നീക്കാനും ഏറെ മികച്ച ഒന്ന് തന്നെയാണ് ഇത്. ഹെമറോയിഡ് അഥവാ പൈൽസ് പോലുള്ള രോഗങ്ങളിലൊക്കെ ഒരു സ്വാഭാവിക മരുന്ന് കൂടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്കോ പ്രമേഹ രോഗത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായാലും മുറിവുകൾ ഉണക്കാനായാലും ഇങ്ങനെ ആർത്തവ വേദനയ്ക്ക്, പല്ലിൻ്റെ ബലത്തിനും പല്ലിൻ്റെ പ്രശ്നങ്ങൾക്കും, ഇങ്ങനെ ഒരുപാടേറെ പ്രശ്നങ്ങൾക്ക്, ചെവി വേദനയുണ്ടെങ്കിൽ ഇത് ചെവിയിൽ ഉറ്റിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചങ്ങലം പരണ്ട ഒരുപാട് മറ്റുള്ള ഗുണങ്ങൾക്കും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതിനാകെയുള്ള ഒരു പ്രശ്നം ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഗ്ലൗസ് ഇട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കറയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും എന്നുള്ളതാണ്. അതുമാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കി ഗുണത്തിൻ്റെ കാര്യത്തിൽ വളരെ കേമനായിട്ടുള്ള ഒന്നാണ് ചങ്ങലം പരണ്ട. അപ്പോൾ കാൽസ്യം കുറവുള്ള
ഉള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഭക്ഷണത്തിൽ കൂടെ തന്നെ കാൽസ്യത്തിനെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയാണ്. മൂന്നാമത്തേത് ഏതാണെന്നല്ലേ, അത് കോഡോ മില്ലറ്റ് എന്ന് പറയും, വരാഗ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ഈ കൂവരക് അഥവാ കോഡോ മില്ലറ്റ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. കൊളസ്ട്രോള്, പ്രമേഹം പോലുള്ള പല രോഗങ്ങൾക്കുള്ള ഒരു മരുന്നുകൂടെയാണ്. ഇനി ഇതിനെ തന്നെ കോഡോ മില്ലറ്റ്, വരാഗ്, കൂവരക് ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ചെറുധാന്യമാണ്, എന്നാൽ ഇത് ആരോഗ്യ ഗുണങ്ങളിൽ കാൽസ്യം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഡയറ്ററി ഫൈബർ, നിയാസിൻ, റൈബോഫ്ലേവിൻ, അതുപോലെ വാനിലിക് ആസിഡ്, ഗ്യാലിക് ആസിഡ്, ടാനിൻ, ഫെലൂറിക് ആസിഡ് തുടങ്ങിയിട്ടുള്ള പല പോഷണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സിങ്കും അയണും വൈറ്റമിൻ കെയും B5, B1, B2 തുടങ്ങിയ പല ഘടകങ്ങളും ഇതുള്ളതുകൊണ്ട് പല രോഗങ്ങൾക്കുള്ള മരുന്നാണ് എന്ന് വേണം പറയാൻ. പ്രമേഹത്തിന്, പ്രത്യേകിച്ചും ടൈപ്പ് 2 പ്രമേഹത്തിനടക്കം നല്ലൊരു മരുന്നാണ്. ബ്ലഡ് ഗ്ലൂക്കോസ് തോത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതിലെ പോളിഫിനോളുകളാണ് പരിഹാരമായിട്ട് ഇതിന് പ്രവർത്തിക്കുന്നത്. ഇത് കാർബോഹൈഡ്രേറ്റുകളെ സിമ്പിൾ ഷുഗറാക്കി മാറ്റുന്നുണ്ട്. ഇവയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഗ്ലൂക്കോസിന്റെ ഉയർത്തുന്ന തോത് കുറവാണ്. അതുകൊണ്ട് തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് പെട്ടെന്ന് ഉയരാതെ സംരക്ഷിക്കാനൊക്കെ സഹായിക്കും. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, വയറിളക്കം തുടങ്ങിയ പല അസുഖങ്ങൾക്കും ഇതൊരു പരിഹാര മാർഗം കൂടിയാണ്. അതുപോലെ ആയുർവേദത്തിലെ ചില ട്രീറ്റ്മെന്റുകളെ അനുസരിച്ച് ഇതിൽ സന്ധിവേദനകൾ കുറയ്ക്കാൻ ഏറെ നല്ലതാണ്. കൃത്യമല്ലാത്തൊരു ആർത്തവമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നീക്കാനും തടി കുറയ്ക്കാനും ഒക്കെ ഇതിലെ നാരുകൾ, പ്രോട്ടീനുകൾ എന്നിവയൊക്കെ സഹായിക്കുന്നുണ്ട്. കൊളാജൻ ധാരാളം ഉള്ളതുകൊണ്ട് ചർമ്മത്തിന് പ്രായക്കുറവിനുള്ളൊരു നല്ലൊരു കൂട്ടുകാരൻ കൂടിയാണിത്. ഇത് പ്രീബയോട്ടിക് ഫൈബറുകൾ അടങ്ങിയിട്ടുള്ള ഇത് കുടലിൻ്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ്. ഇനി നമുക്ക് ഈ കോഡോ മില്ലറ്റിൽ കൊഴുപ്പ് കുറവാണ്, നാരുകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂട്ടാൻ പറ്റുന്ന ഒന്നാണ്. ഇനി അതുപോലെ ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ളത്, ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ, ഉയർന്ന രക്തസമ്മർദ്ദമോ, ഉയർന്ന കൊളസ്ട്രോള്, ഇത്തരം ലക്ഷണങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കോഡോ മില്ലറ്റ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഉയർന്ന അളവിൽ ലെസിത്തിൻ കോഡോ മില്ലറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നാഡീവ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് ഇത് വളരെ അത്യുത്തമമാണ്. ക്യാൻസർ സാധ്യതയൊക്കെ കുറയ്ക്കാനും ഫോട്ടോ കെമിക്കൽസ്, ഫൈറ്റേറ്റ് എന്നിവയാൽ സമ്പന്നമായിട്ടുള്ള ഒന്നും കൂടിയാണ് കോഡോ മില്ലറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൃദയത്തിനെയും മറ്റും ആരോഗ്യത്തെ സംരക്ഷിക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒന്നുകൂടെ ആയതുകൊണ്ട് കോഡോ മില്ലറ്റ് നമ്മുടെ ശരീരത്തിൽ എല്ലിൻ്റെയും ഒക്കെ ബലം വർദ്ധിപ്പിക്കാനായാലും കാൽസ്യത്തിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ നാലാമത്തേത് ഫോക്സ്ടെയിൽ മില്ലറ്റ് ആണ്. വൈറ്റമിൻ ബിയും അയണും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനൊക്കെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ തരിപ്പ്, മരവിപ്പ് പ്രശ്നങ്ങളോ, നിങ്ങൾക്ക് വേദന, നീർക്കെട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരും ഇതുപോലെ കാൽസ്യത്തിൻ്റെ കുറവ് അനുഭവിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ തീർച്ചയായിട്ടും ഒരു മില്ലറ്റെങ്കിലും ഒരു ദിവസം എന്നുള്ള രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ നല്ലൊരു ഔഷധമായിട്ട് പ്രവർത്തിക്കാൻ ഈ ഒരു മില്ലറ്റുകൾക്ക് കഴിക്കും. ഇതെല്ലാം തന്നെ ഒരു മില്ലറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 9 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് അത് ഉപയോഗിക്കുക, അതിൻ്റെ ഗുണം കിട്ടാനായിട്ട്. പിന്നെ ഏത് മില്ലറ്റ് ഉപയോഗിക്കുമ്പോഴും ഒരു 8 മണിക്കൂർ മിനിമം കുതിർത്ത് വെച്ച് ഉപയോഗിക്കുക. ഇത് ഏത് തരം വാട്ടറിൽ കുതിർത്ത് വെക്കണം, എന്നാലാണ് അതിൻ്റെ മുഴുവൻ ഗുണങ്ങൾ കിട്ടുക എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, മുഴുവൻ കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത്. ഇത് നിങ്ങൾക്ക് കാൽസ്യം കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തേടി പിടിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ മരുന്നിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു അവസ്ഥ മാറിയിട്ട് ഭക്ഷണത്തിൽ തന്നെ അത് മരുന്നാക്കി മാറ്റാനുള്ള ഒരു ക്രമീകരണം കൊണ്ടുവരുന്നതാണ് ആരോഗ്യകരമായിട്ടുള്ള ഒരു ശീലത്തിന് നല്ലത്. അതുകൊണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.